അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാൻ പറയാൻ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻസ് പരമായിട്ടാണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. കാരണം നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയൊക്കെ സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും, പ്രയർ ചെയ്യുന്നുണ്ടെങ്കിലും, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഒരു നിലയ്ക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല എന്നതാണ് ഇവിടെ എനിക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അറ്റ് ദ എൻഡ് നിങ്ങൾ വിചാരിക്കും, ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ചോദിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കരയാനായിട്ട് ഒരുപാട് രാത്രികാലങ്ങളിൽ ഒരുപാട് തനിച്ചിരുന്ന് കരയുന്നതായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇൻ കേസ് ഒരു റിലേഷൻഷിപ്പ് കേസാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വിഷമം, കാര്യങ്ങൾ, ടെൻഷൻ, സ്ട്രെസ്സ്. ഇവിടെ ഒട്ടുമിക്ക പേരും സ്ട്രെസ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നതായിട്ട് കാണുന്നത്. കാരണം ജീവിതം മടുത്ത ഒരവസ്ഥയാണ്. കാരണം നിങ്ങൾ എന്തൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് ആകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാത്രം ഇതുപോലെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളെ ഡിവൈന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു ലൈഫ് പർപ്പസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്ന ടൈമിലേക്കായിരിക്കും നിങ്ങൾക്ക് എഗെയിൻ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുത്തുന്നുണ്ടായിരിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് പ്രാവശ്യം നിങ്ങളെ ഡിവൈൻ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ മാത്രമേ അറ്റ് ദ എൻഡിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ഹെൽത്ത് ആയാലും പ്രോസ്പിരിറ്റി ആയാലും ബ്ലെസ്സിങ്സ് ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഒരു കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് പോയിരുന്ന ഒരു സമയമായിരിക്കും. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരുപാട് കിടന്ന് മാനസികമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, ബാക്കി ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ കരിയർ വൈസ് ആണെങ്കിലും നോക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പോഴത്തേത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് റീഡിങ്സും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വരുന്നത്, ഇതിൽ നമുക്ക് വർക്ക് ചെയ്യണം, ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യണം, ഒരുപാട് എന്താ പറയുക ധ്യാനം നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ ധ്യാനത്തിന് പോകുന്നതല്ല, ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യണം, ഇന്നർ വർക്ക് ചെയ്ത് അഫർമേഷൻ എല്ലായിടത്തും പോസിറ്റീവായിട്ട് മാറണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴായിരിക്കും ഒന്ന് ധ്യാനിച്ചൊക്കെ നിങ്ങൾ ഭയങ്കര മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾ പവർഫുള്ളായി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അപ്പം ഡിവൈനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ദൈവമേ എനിക്ക് കിട്ടിയതിൽ നിന്നും ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്, ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഇന്നർ വർക്ക്സ് എല്ലാം ചെയ്യുന്നുണ്ട്, സെൽഫ് ഗ്രോത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്തേക്കായിരിക്കും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. എഗെയിൻ നിങ്ങൾക്കൊരു കാലചക്രം എൻഡാവുന്നത് പോലെ തന്നെ എന്താ പറയുക, ഒരു റിപ്പീറ്റേഷൻ മോഡിലായിരിക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചാലും ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിട്ട് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങൾ ഫസ്റ്റ് തന്നിട്ടുള്ള പ്രയോറിറ്റി ഇപ്പോൾ തരുന്നുണ്ടായിരിക്കില്ല, പണ്ട് വിളിക്കുന്ന പോലെ ഇപ്പോൾ വിളിക്കുന്നുണ്ടായിരിക്കില്ല, ഗ്യാപ്പ്, അങ്ങനെ ഒരുപാട് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്ത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനൊക്കെ എടുത്തൊന്ന് സെറ്റപ്പായിട്ട് വരുന്ന സമയത്തേക്കായിരിക്കും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക്
നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ശരിയാണോ എന്ന് ഡിവൈൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരികയും, അപ്പോൾ നിങ്ങൾ വീണ്ടും കരഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് പറ്റുന്നില്ല, എത്ര നാളായി ഞാൻ ഇതുപോലെ ഈ ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നു, എന്നിട്ടും ഡിവൈൻ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ, അത് ഡിവൈൻ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് അഗെയിൻ അഗെയിൻ. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഡിവൈൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ആ ഒരു എന്തൊക്കെ തന്നെ നിങ്ങൾ എത്രയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചേ മതിയാവും. കാരണം ഡിവൈൻ ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് നിങ്ങളെ എത്തിക്കണമെങ്കിൽ ഡിവൈൻ ഒരു പ്ലാൻ ഉണ്ട്. അതിലേക്ക് നിങ്ങളെ വെറുതെ ഈസി ആയിട്ട് അങ്ങോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അതിനൊരു വാല്യൂ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ഡിവൈൻ അതിൻ്റെ ഏറ്റവും ആ ഒരു ഹയർ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് എത്തിക്കുള്ളൂ. നിങ്ങൾ ഒരുപാട് കാലം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അറ്റ് ദ എൻഡിലും ഏറ്റവും അവസാനം നമുക്ക് ഒട്ടും ഈ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന എന്ന് പറയാൻ നമുക്ക് മാനസികമായിട്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള പരീക്ഷണങ്ങളായിരിക്കും ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കരയുന്നുണ്ടായിരിക്കും, പക്ഷെ ഇതൊന്നും കൊണ്ട് ഡിവൈൻ അവിടെ നിർത്തില്ല. ഡിവൈൻ വീണ്ടും വീണ്ടും നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഇന്നർ വർക്ക്സ് എല്ലാം ചെയ്ത് ഒന്ന് സെറ്റായിട്ടുണ്ടാവും. നിങ്ങളും മാനസികമായിട്ട് തന്നെ ഓക്കെ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വീണ്ടും വരുന്നുണ്ടാവുക. പക്ഷേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്, അതുപോലെയാണ് ഡിവൈൻ്റെ മുമ്പോട്ടുള്ള രീതികളും. നിങ്ങളത് അവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നതിനുള്ള അർത്ഥമാണ് ആ ടൈമിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പം ആ ഒരു കാലഘട്ടമൊക്കെ അറ്റ് എൻഡിൽ നമുക്കെല്ലാം ശരിയാവും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അറ്റ് എൻഡിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു നിങ്ങൾ ആ ഇന്നർ വർക്ക്സ് എല്ലാം ചെയ്ത് സെപ്പറേഷൻ സ്റ്റേജിൽ അതെല്ലാം കഴിഞ്ഞ് വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു എന്താ പറയുക ഒരു മെൻ്റൽ ഹീലിംഗ് എല്ലാം വരുത്തിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സണോടോ നിങ്ങൾ കഴിഞ്ഞു പോയ സിറ്റുവേഷനോടോ യാതൊരു വിധത്തിലുള്ളൊരു സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല ആ ഒരു സമയത്തേക്ക്. അതാണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ മനസ്സിന് നമ്മൾ കഴുകി വൃത്തിയാക്കി എന്ന് പറയുന്നത്. നെഗറ്റിവിറ്റി എല്ലാം കളഞ്ഞ് ഇപ്പോൾ ആരോടും അനാവശ്യമായിട്ടുള്ളൊരു ദേഷ്യമോ ആ ഒരു ടൈമിൽ ജഡ്ജ്മെൻറ്റോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ ബ്ലെയിമിങ്ങോ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഡിവൈനിൻ്റെ പരീക്ഷണങ്ങളിലൂടെ. നിങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവം ഇത്രയധികം പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിന് ഞാൻ പ്രിയപ്പെട്ടവളല്ലായിരിക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനല്ലായിരിക്കും, എൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മുൻജന്മ കർമ്മം ഇതൊക്കെ ആയിരിക്കും. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ജന്മത്ത് ഡിവൈനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് ലൈഫ് പർപ്പസ് എന്താണെന്ന് ഡിവൈൻ നേരിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാണ്. എല്ലാ വ്യക്തികൾക്കും അത് ഉണ്ടാവില്ല. ഈ പറയുന്ന ഗോഡ് അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഡയറക്റ്റ് വന്നിട്ട് അവരാണ് ഡിവൈനാണ് നിങ്ങളുടെ നേർവഴിയിലേക്ക് നിങ്ങൾ നേർവഴി എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റായ വഴിയിലല്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെൻറ്റിനുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ.